ഫെബ്രുവരി 7 മുതലൊക്കെ തുടങ്ങി കുട്ടികൾ ഓരോ ദിവസത്തെ തയ്യാറെടുത്തുകൊണ്ടിരിക്കാൻ. പറയുമ്പോഴേ ചെറുപ്പക്കാർക്ക് കത്തും, അല്ലാത്തവർക്ക് മനസ്സിലാവൂല. 14 വേണ്ടി കാത്തിരിക്കുകയാണ് പ്രണയചൂടികൾ. വാലന്റൈൻസ് ഡേ. ഈ വാലന്റൈൻസ് ഡേക്ക് മുമ്പ് തന്നെ 7 ദിവസം മുമ്പ് മുതൽക്ക് തന്നെ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറെടുക്കുന്ന ദിവസങ്ങളാണ്. ഫെബ്രുവരി 7 റോസ് ഡേ എന്നാണ് പേരിട്ടിരിക്കുന്നത്. റോസ് ഡേ, റോസാപ്പൂ കൈമാറുന്ന ദിവസമാണ്. ഫെബ്രുവരി 8 പ്രപ്പോസ് ഡേ. ചെറുപ്പക്കാര് വിളിക്കുന്ന ഓമന പേരാൻ പ്രപ്പോസ് ഡേ. നമ്മൾ മനസ്സിലാക്കണം, പുതിയ തലമുറ അറിയണം. ഫെബ്രുവരി 9 ചോക്ലേറ്റ് ഡേ. ഇന്നത്തെ ദിവസം ഏതായിരുന്നു? ചോക്ലേറ്റ് ഡേ ആണ്. കാമുകിക്ക് ചോക്ലേറ്റ് കൊടുക്കുന്ന ദിവസമാണ്. കാമുകൻ അങ്ങോട്ടും കൊടുക്കും, കാമുകി ഇങ്ങോട്ടും കൊടുക്കും. രാവിലെ മക്കളുടെ ബാഗിലൊക്കെ വല്ലതും ചോക്ലേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിക്കോ, ഏകദേശം മകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. തീർന്നില്ല, നാളത്തെ ദിവസം ടെഡ്ഡി ഡേ ആണ്. എന്താ ടെഡ്ഡി ഡേ? കളിപ്പാവ കൊടുക്കുന്ന ദിവസമാണ്. കളിപ്പാവ കാമുകന് കൈമാറുന്ന ദിവസമാണ്. ഓരോ ദിവസത്തിന് ഓരോ പേരാണ്. ഇത് വർഷങ്ങളായിട്ട് നിലകൊള്ളാണ്. നമ്മുടെ സമൂഹം, മുസ്ലിം സമുദായമാണ് ഇത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 11ന്റെ ദിവസം പ്രോമിസ് ഡേ ആണ്. പ്രോമിസ് ചെയ്യാൻ പ്രപ്പോസ് ഡേ ഉണ്ട്, പ്രോമിസ് ഡേ ഉണ്ട്. 12ന് ദിവസം ആകുമ്പോ പ്രോമിസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കിസ് ഡേ ആണ്. പരസ്പരം ഇണക്കുരുവികളെ പോലെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് ലിപ് ലോക്ക് ചെയ്തുകൊണ്ട് നിലകൊള്ളുക. അതാണ് 12ന്റെ ദിവസം കിസ് ഡേ. 13ന്റെ ദിവസമാകുമ്പോ അതും കഴിഞ്ഞു ഹഗ് ഡേ ആയി. മുസാഫാത്ത് കഴിഞ്ഞു, ഇനി പിടിച്ച് മോയനൊക്കെയാണ്. കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് ഒന്നും കൂടി റാഹത്തായിട്ട് നിൽക്കുക. അതാണ് ഹഗ് ഡേ. ഹഗ് ഡേ 13ന് പറയുന്ന പേരാണ്. ഫെബ്രുവരി 13. ഫെബ്രുവരി 14 ആകുമ്പോ വാലന്റൈൻസ് ഡേ. ഏകദേശം എല്ലാം കഴിഞ്ഞ് കുളിക്കാൻ പോകുന്ന ദിവസമാണ് അന്നത്തെ ദിവസം. എല്ലാം കഴിയും അന്നത്തെ ദിവസം. അതാണ് 14, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. കുറഞ്ഞതൊരു പൂവെങ്കിലും കൊടുത്തിട്ട് മുസാഫാത്ത് ചെയ്യുന്ന ദിവസമാണ്. ഇതൊക്കെയാണ് നമ്മുടെ തലമുറയിൽ നടക്കുന്നത്. മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ അറിയണം, പുതിയ തലമുറ രക്ഷിതാക്കൾ അറിയണം. കാരണം ചെറുപ്പക്കാരായ ആളുകൾ ഈ ദിവസങ്ങളൊക്കെ പ്രാധാന്യം കൊടുത്തു തുടങ്ങി, നേരത്തെ തുടങ്ങി. ഫെബ്രുവരി 14 ഒരു ദിവസം മാത്രമല്ല, ഫെബ്രുവരി 7 മുതൽക്കേ തുടങ്ങിയിരിക്കുന്നു ആഘോഷങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ ഈ വാലന്റൈൻസ് ഡേ? എന്താണ് വാലന്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? പുതിയ തലമുറ അറിയണം. 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്നതാകുന്ന ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കത്തോലിക്ക ബിഷപ്പിന്റെ പേരായിരുന്നു വാലന്റൈൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പ്. റോമിലെ ഭരണാധികാരിയാകുന്ന ക്ലോഡിയസ് ചക്രവർത്തി ഒരു നിയമം പാസാക്കി. നാട്ടിൽ ഇനി വിവാഹം ആരും കഴിക്കാൻ പാടില്ല. കാരണം വിവാഹം കഴിച്ചതായ ആളുകൾ കുടുംബജീവിതം മാത്രം അതിൽ തന്നെ ഒതുങ്ങി നിന്ന് നാട്ടിലുള്ളതാകുന്ന യുദ്ധത്തിന്റെ വിളംബരമുണ്ടാകുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ യുദ്ധത്തിനൊന്നും വരാതെ പരിപൂർണമായി കുടുംബത്തെ നോക്കിക്കൊണ്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവം വിവാഹം കഴിച്ചവരിൽ ഉണ്ടായിരിക്കെ രാജാവ് ക്ലോഡിയസ് ചക്രവർത്തി പറഞ്ഞു, ഇനി ഈ നാട്ടിൽ ആരും വിവാഹം കഴിക്കാൻ പാടില്ല, വിവാഹം കഴിക്കൽ നിർത്തലാക്കാൻ കർശന നിയമമായി വിലക്കേർപ്പെടുത്തി. പക്ഷെ ഈ വിലക്കേർപ്പെടുത്തിയതാകുന്ന വിവരം കത്തോലിക്ക ബിഷപ്പാകുന്ന വാലന്റൈൻ എന്ന് പറയുന്ന വ്യക്തിക്കും അറിയാം. അദ്ദേഹം എന്ത് ചെയ്തു? രഹസ്യമായിട്ട് സ്നേഹിക്കുന്നതാകുന്ന കമിതാക്കളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ തുടങ്ങി. രഹസ്യമായി ബിഷപ്പ് വിവാഹം ചെയ്തു കൊടുക്കാൻ തുടങ്ങി. ഇതറിഞ്ഞതാകുന്ന രാജാവ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിട്ടു. കാരണം രാജ്യത്തിന്റെ നിയമത്തിന് എതിരായി കൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. പ്രണയ ജോഡികളെ രഹസ്യമായി വിവാഹം ചെയ്തു കൊടുക്കുന്നത് അറിഞ്ഞപ്പോ രാജാവ് അദ്ദേഹത്തെ പിടിച്ചു ജയിലടച്ചു. എന്നാൽ ജയിലിലും അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ജയിലറാകുന്ന അസ്റ്റീരിയസ് എന്ന് പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെതാകുന്ന മകൾ അന്ധയാണ്, കണ്ണിന് കാഴ്ചയില്ലാത്ത പെണ്ണാണ്. അവളെ ഇടയ്ക്കിടയ്ക്ക് ജയിലറെ കാണാൻ വേണ്ടി അവിടെ വരും. അപ്പൊ പതുക്കെ ലൈനടി തുടങ്ങി അങ്ങോട്ടേക്ക്. ജയിലിനകത്താണെങ്കിലും മൂപ്പറ കണ്ണ് കോഴിക്കോട്ടിലാണ്. മൂപ്പര് പിന്നെ അവിടെ നിന്ന് ചെയ്തു, ഈ പെണ്ണിനെ കറക്കിയെടുത്ത് അന്ധയായ പെണ്ണാണ്. ആ അന്ധയാകുന്ന പെണ്ണിനെ അസ്റ്റീരിയസ് എന്ന് പറയുന്ന ജയിലറുടെ മകളുമായി പ്രണയത്തിലായി. പ്രണയം പാടില്ല, വിവാഹം പാടില്ല എന്നൊക്കെ കർശനമായി രാജാവ് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അതിന് വിഘാതമുണ്ടായപ്പോഴാണ് ജയിലിലിട്ടത്. ആ ജയിലിലും പിന്നെയും പ്രശ്നമുണ്ടാക്കിയപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ അവന്റെ തല വെട്ടിക്കോളാൻ പറഞ്ഞു. വാലന്റൈൻ എന്ന് പറയുന്ന ബിഷപ്പിന്റെ തല വെട്ടാൻ രാജാവ് ഓർഡർ ഇട്ടു. AD 270 ഫെബ്രുവരി 14 അദ്ദേഹത്തിന്റെ തല വെട്ടാൻ വേണ്ടി ഓർഡർ ഇടുക. ഓർഡർ വന്നു. തലവെട്ടുന്ന ദിവസം 14ന്റെ ദിവസം എത്തി.
അദ്ദേഹം പോകുന്നതിന് മുമ്പായിട്ട് ഫ്രം യുവർ വാലന്റൈൻ, നിന്റെ സ്നേഹനിധിയാകുന്ന വാലന്റൈൻ എന്ന് പറഞ്ഞൊരു കത്ത് അദ്ദേഹം തന്റെ അസ്റ്റീരിയസിൻ്റെതാകുന്ന ജയിലറുടെ മകളാകുന്ന പ്രണയ ജോഡിയാകുന്ന അന്ധയായ പെണ്ണിനെ കൈമാറിയെന്നാണ് ചരിത്രം. അന്നാണ് അദ്ദേഹത്തിന്റെ തലവെട്ടിയത്. കത്തോലിക്ക ബിഷപ്പുകാരനായിരുന്ന വാലന്റൈൻ എന്ന് പറയുന്ന AD 270 കാലഘട്ടത്തിൽ ജീവിച്ച് ആ വർഷത്തിൽ അദ്ദേഹത്തിൻ്റെതാകുന്ന ഫെബ്രുവരി 14 പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ നാട്ടിൽ കോലാഹലമുണ്ടായപ്പോ തലവെട്ടിയെടുക്കുകയും ചെയ്തതാകുന്ന ദിനത്തെ നിലനിർത്തിക്കൊണ്ട് സ്മരിച്ചുകൊണ്ടാണ് ഇന്നും ആ പാശ്ചാത്യരുടേതാകുന്ന ജീവിത ശൈലി നമ്മുടെ തലമുറയിൽ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസത്തെ പ്രണയ കാമുകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന്റെ പൂവൽ കൈമാറ്റം കൊടുക്കുക. യഥാർത്ഥത്തിൽ ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. ഇതെവിടുന്ന് വന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നമ്മുടെ പുതിയ തലമുറ ചെറുപ്പക്കാർക്ക് ഇത് അറിയുന്നില്ല. അവർ ഈ വാലന്റൈൻസ് ഡേ കെട്ടിടം മുതലേ പൂവായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. 7 ദിവസം മുമ്പേ പരിപാടി ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ ഇറങ്ങാൻ. ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. ഇസ്ലാമിൽ അടിസ്ഥാനമില്ലെന്ന് മാത്രമല്ല, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പശ്ചാത്തലം എന്ന് പഠിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരൊക്കെ അതിൽ നിന്ന് മാറുക തന്നെ ചെയ്യും. ഒരാളുടെ തലവെട്ടിയ ദിവസമാണത്. മനസ്സിലാക്കണം നമ്മൾ. ഞാനിത് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്. നമ്മൾ ഇന്നും പാശ്ചാത്യരെ പിൻപറ്റുന്ന ശൈലിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിയില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ആഖിറം നഷ്ടമായി പോകും, നരകത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ്. قال رسول الله صلى الله عليه وسلم നബിയന رسول الله صلى الله عليه وسلم തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, لتتبعن سنن من قبلكم شبرا بشبر وذراعا بذراع حتى لو سلكوا جحر لب لسلكتموه. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, لتتبعن سنن من قبلكم شبرا بشبر وذراعا بذراع. തീർച്ചയായും നിങ്ങൾ പിൻപറ്റുമോ സഹാബ, ശിബറം ബിശിബിരിൻ, ചാണിന് ചാണായി, വദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായി നിങ്ങൾ മുൻഗാമികളെ പിൻപറ്റുമോ സഹാബ. ഒരു ഉടുമ്പിന്റെ മാളത്തിനുള്ളിലേക്ക് അവർ പ്രവേശിക്കുന്നത് കണ്ടാൽ നിങ്ങൾ അതിലേക്ക് കടക്കാൻ വേണ്ടി തുനിയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉടുമ്പിന്റെ മാളം, അതിലേക്ക് പ്രവേശിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ചെറിയ ദ്വാരമാണ്. പക്ഷെ അത് പ്രവേശിക്കുന്നത് മുൻഗാമികൾ അങ്ങനെ കടക്കുന്നത് കണ്ടാൽ നിങ്ങൾ അതിനും തുനിയും, എങ്ങനെയെങ്കിലും അതിനുള്ളിൽ കയറിപ്പറ്റാൻ നോക്കും. അത്രയേറെ അണുവിട ചലിക്കാതെ പരിപൂർണമായി നിങ്ങൾ പാശ്ചാത്യരെ പിൻപറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അൽ യഹൂദ വൻ നസാറ, തങ്ങൾ ഈ പറഞ്ഞതായ മുൻഗാമികൾ ജൂതന്മാരെയും നസ്രാനികളെ കുറിച്ചുമാണോ റസൂലേ? മുസ്ലിം സഹോദരങ്ങൾ ജൂതന്മാരെയും നസ്രാനികളെയും പരിപൂർണമായി പിൻപറ്റുമെന്നാണോ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ശരി തന്നെയാണ്, അവരല്ലാതെ മറ്റാരെയുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജൂതന്മാരെയും ക്രൈസ്തവരെയും അണുവിട വ്യതിചലിക്കാതെ ഈ ഉമ്മത്താകുന്ന മുസ്ലിം സമുദായത്തിന്റെ ഉമ്മത്ത്, മുഹമ്മദിന്റെ ഉമ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം പരിപൂർണമായി പിൻപറ്റുന്നത് കാണാതെ ലാ തഖൂമു സ്സാഅ, ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ അവരെന്താണോ ചെയ്യുന്നത് അതേപോലെ പരിപൂർണമായി പിൻപറ്റുകയാണ് ഈ ഉമ്മത്ത്. അല്ലാഹുവേ, ഞങ്ങളതേ കാക്കണേ അല്ലാ. മുസ്ലിം സഹോദര സഹോദരിമാര് ഏതെല്ലാം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ ആ ആഘോഷങ്ങളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ അവരെക്കാൾ മുൻപന്തിയിൽ ആ ദിവസങ്ങൾ കാത്തിരിക്കുകയും ആ ആഘോഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നത് ഈ സമുദായത്തിന്റെ മക്കളല്ലേ. ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. ആരാണിന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ആരാണിന്ന് ഓണം ആഘോഷിക്കുന്നത്? ഈ ആഘോഷങ്ങളുടെ പിറകെ ഓടി നടക്കുന്നത് ഈ സമുദായത്തിന്റെ മക്കളല്ലേ.
മക്കളല്ലേ? പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളെ ഗൗനിക്കാതെ ആ മാസങ്ങളെ തൃണവൽഗണിക്കുന്നവരല്ലേ? പരിശുദ്ധമായ റജബും ശഅബാനും ഇതാ റമദാനിന് മുന്നോടിയായി നന്നാവാനുള്ള മാസങ്ങളായി അള്ളാഹു നിനക്ക് നൽകിയിട്ട് ഈ മാസങ്ങളെ ശ്രദ്ധിക്കാതെ തൃണവൽഗണിച്ച് അവഗണിച്ച് നടക്കുന്നതായ സമുദായത്തിന്റെ ഏറ്റവും ഇത്തിക്കണ്ണികളായി നമ്മൾ മാറിയില്ലേ? ആഖിറം നഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര ശരിയാണ്. ഏതെല്ലാം മോശപ്പെട്ട ശൈലി അവലംബിച്ചാലും, പാശ്ചാത്യ ലോകം ഏതെല്ലാം ശൈലിയിലേക്ക് പോയാലും, മുൻഗാമികളാകുന്ന ജൂതനസ്രാക്കൾ ഏതെല്ലാം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചാലും അണുവിട വ്യതിചലിക്കാതെ ഈ ഉമ്മത്തത് പ്രവർത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തുന്നില്ല. ലോകൈക ഗുരു വീണ്ടും പറയുകയാണ്, ലയഅതിയന്ന അലാ ഉമ്മതി. ഈ സമുദായത്തിന്, എന്റെ സമുദായത്തിന് ഒരു സമയമെത്തും സഹാബ. ആ സമയത്ത് മുൻഗാമികളായ ആളുകളെ അവർ പിൻപറ്റും സഹാബ. ചാണിന് ചെരുപ്പിന് ചെരുപ്പായി അവരതാ ഏത് കാലാണോ വെച്ചിട്ടുള്ളത്, എവിടേക്കാണോ പാദം വെച്ചിട്ടുള്ളത്, അങ്ങോട്ട് തന്നെ കൃത്യമായി തിരിയുമേ. അണുവിട വധിച്ചരിക്കാതെ ജൂതനസ്രാക്കളുടെ പ്രവർത്തനം ഈ ഉമ്മത്തി ഏറ്റെടുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് നബിതങ്ങൾ പറഞ്ഞത് ഇന്ന് ഈ തലമുറയിൽ പുലർന്നു. നമ്മുടെ ജീവിതത്തിലാണത് കാണുന്നത്. എന്തെല്ലാം നീചവൃത്തികളുണ്ടോ അതൊക്കെ ഈ തലമുറ ഏറ്റെടുത്തു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നിസ്കാരമുണ്ടു എന്ന് പറയുന്നു മാത്രം, നിസ്കാരത്തിലൊന്നും ഒരു ഇഖ്ലാസുമില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിലൂടെ അല്ലാഹു യഥാർത്ഥ സത്യവിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആരാണ്? ഏത് മുഅ്മിനാണ് വിജയിച്ചത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചുവത്രേ, സത്യവിശ്വാസികൾ വിജയിച്ചുവത്രേ. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളതായ ഏത് മുസ്ലിം ഉണ്ടോ, മുസ്ലിമത്തുണ്ടോ, അവർ വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരുണ്ടോ? നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കച്ചവടത്തെ കുറിച്ച് ചിന്തിക്കുന്നവരല്ലേ, ജോലികളെ കുറിച്ച് ചിന്തിക്കുന്നവരല്ലേ, മനസ്സ് പലയിടത്തും പായിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരല്ലേ, വെറുതെ
വന്നുകൊണ്ട് തലകുത്തി മറിഞ്ഞുകൊണ്ട് എത്രയും വേഗം നമസ്കാരത്തെ തീർക്കാൻ ആ രീതിയിൽ തന്നെ നമസ്കാരത്തോട് അലംഭാവം വെക്കുന്ന തലമുറകളായി ഈ തലമുറ മാറിയില്ലയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യഥാർത്ഥ മുഅ്മിൻ, ജയിച്ചതാകുന്ന മുഅ്മിൻ, ദുനിയാവും ആഖിറവും വിജയിച്ചതായ മുഅ്മിൻ, അവൻ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നമസ്കാരത്തിൽ വലിയ ഭയഭക്തി ഉണ്ടാവും. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. മാത്രമല്ല, തീർന്നില്ല. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഏതെല്ലാം തെറ്റുകളുണ്ടോ, ഏതെല്ലാം പാഴാകുന്നതായ സ്ഥലങ്ങളുണ്ടോ, ഗാനമേള സദസ്സുകളുണ്ടോ, ഏതെല്ലാം ഉത്സവങ്ങളുണ്ടോ, ഏതെല്ലാം ഉറൂസിന്റെ പേരിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങളുണ്ടോ, ആന എഴുന്നള്ളത്തുകളുണ്ടോ, ഉറൂസുകളുടെ പേരിൽ എത്രയോ മോശപ്പെട്ട ശൈലികൾ ഇന്ന് ഈ തലമുറയിൽ നടക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ, മണത്തലയിൽ ഉറൂസ് എന്ന പേരിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഡാൻസ് കളിക്കുകയാണ്, നൃത്തം ചവിട്ടുകയാണ്. എവിടെയാണ് നടക്കുന്നത്? അള്ളാഹുവിന്റെ ദീന് ഈ ലോകത്ത് പരിപൂർണമായി നിലനിർത്താൻ വേണ്ടി രാവും പകലും അധ്വാനിച്ചതാകുന്ന ഔലിയാക്കൾ കടന്നുറങ്ങുന്ന മണ്ണിൽ ഇത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങൾ നടക്കുകയല്ലയോ? കൂറ്റനാടെന്ന് പറയുന്ന പ്രദേശത്ത് ഒരാനയടഞ്ഞിട്ട് ഒരു പാവപ്പെട്ടതാകുന്ന സഹോദരനെ കുത്തിക്കൊന്നതും ഈ തലമുറ കണ്ടില്ലയോ? നേർച്ചകളുടെ പേരിൽ പൂരമാക്കുകയാണ്, നേർച്ചകളെ മോശമാകുന്ന രീതിയിലേക്ക് വക്രീകരിച്ചു കൊണ്ടുവരുകയാണ്, അതിൽ ഹറാമുകൾ കടത്തിക്കൂട്ടുകയാണ്. ആനയെഴുന്നള്ളത്തും ചെണ്ടമേളകളും വാദ്യമേളങ്ങളും സിനിമാറ്റിക് ഡാൻസുകളും ബ്രേക്കുകളും ഗാനമേള ട്രൂപ്പുകളുമായി കടന്നു വന്നുകൊണ്ട് ഔലിയാക്കളുടെ പേരിൽ നടത്തുന്ന ഈ മഹനീയമാക്കപ്പെട്ട ഉറൂസുകളെ നശിപ്പിക്കുകയല്ലയോ? അവരുടെ പൊരുത്തം കിട്ടാത്ത പ്രവണതയായി ഈ തലമുറ മാറിയില്ലയോ? അവിടെയെല്ലാം മക്കനയിട്ട സഹോദരിമാര്, അവിടെയെല്ലാം മുസ്ലിം ചെറുപ്പക്കാരുടെ സാന്നിധ്യമാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണാൻ, ആ പെണ്ണിലേക്കൊന്ന് ലയിക്കാൻ, അവരുടെ മുന്നിൽ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് മണിക്കൂറുകളോളം ഉറക്കമൊഴിച്ചുകൊണ്ട് നിൽക്കാൻ ഈ സമുദായത്തിൻ്റെതാകുന്ന ചെറുപ്പക്കാര് തയ്യാറാവുകയല്ലയോ? ആഖിറം നഷ്ടമാണ്. ഇത്തരത്തിലുള്ള കൂത്തരങ്ങുകൾ ഇസ്ലാമിൽ പെട്ടതല്ല. ഇത്തരത്തിലുള്ളതാകുന്ന നേർച്ചകളുടെ പേരിൽ നടക്കുന്ന ഈ തമ്മാടി തരങ്ങൾ ഒരു കാലഘട്ടത്തിലും ഒരു അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും അനുവദിച്ചു നൽകിയിട്ടില്ല. ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ളതാകുന്ന നീചവൃത്യങ്ങൾ അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ചെയ്യരുതേ മുസ്ലിമേ. അത്തരത്തിലുള്ള മജ്‌ലിസുകളിലേക്ക് നിങ്ങൾ പോകരുതേ. നാളെ ആഖിറം നഷ്ടമാണ്. അത്തരത്തിലുള്ള ഉത്സവ പരിപാടികളിലൊക്കെ നമ്മുടെ തലമുറ പോയി നിന്നുകൊണ്ട് നൃത്തം ചവിട്ടാൻ ലക്ഷങ്ങൾ അതിനുവേണ്ടി കൊടുക്കാണ് ഈ തലമുറ. അള്ളാഹു നമ്മുടെ ഈമാനിനെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. കണ്ടില്ലേ നിങ്ങൾ, കഴിഞ്ഞ ദിവസം ഒരു ആന ഇടഞ്ഞിട്ട് കൂറ്റനാട് നേർച്ചയിൽ കണ്ടില്ലേ, ഒരാളെ കുത്തിക്കൊന്നു, വേറൊരുത്തൻ സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് വല്ലാതെ ഭയന്നു പോകും. ഈ തലമുറ എവിടേക്കാണ് പോകുന്നത്? എത്ര കാലങ്ങളായി ഇത് പാടില്ല എന്ന് ഉലമാക്കൾ പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു. ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിടുന്നതല്ലാതെ ആലിമീങ്ങളുടെ വാക്കുകളെ തൃണവൽഗണിക്കുന്ന മുസ്ലിം സമുദായത്തിലെ പണത്തിന്റെ പേരിൽ നിലകൊള്ളുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികൾ പൈസയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ളതാകുന്ന ഉറൂസുകളെ ആനയും മേളയും വാദ്യോപകരണങ്ങളും കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട ശൈലിയിലേക്ക് ഉറൂസ് മാമാങ്കമാക്കി മാറ്റുന്നതാകുന്ന തലമുറയിലെ ആളുകൾ. ആഖിറം നഷ്ടമാണ്, പരലോകം നഷ്ടമാണ്. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ഹിസാബ് നേരിടേണ്ടി വരും. വലിയ വിചാരണ, കനത്ത വിചാരണ നേരിടേണ്ടി വരും. ഒരു നിസ്സാര കാര്യമല്ല. ആണ്ട് നിറച്ചിക്ക് ഒരു അന്യ പെണ്ണിനെ കൊണ്ടുവന്ന് അരപ്പാവട ഇട്ട് കൊടുത്തിട്ട് ഡിസ്കോ ബ്രേക്ക് കളിക്കുക, എന്നിട്ട് എല്ലാവരും താഴെ നിന്നിട്ട് റാഹത്തായിട്ട് മേറാജ് ആ റാഹത്തായിട്ട് ശരിക്കും നോക്കിയിരിക്കുക. സെറ്റ് കൊള്ളാമല്ലോ പരിപാടി. പള്ളിയിലെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ തോന്നുന്നു റാഹത്ത്, എല്ലാവരും കൂടി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് നമ്മുടെ അവസ്ഥ? ദീൻ എവിടെ പോയി ആലോചിച്ചു. ഇത് പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ദീനില്, ഇത് പാടില്ല എന്ന് പഠിപ്പിച്ച ഔലിയാക്കളുടേതാകുന്ന ഉറൂസിന്റെ അവരുടെ തിരുമുറ്റത്ത് നടക്കുന്ന തോന്നിവാസങ്ങളാണ്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇതിനെതിരെ കൃത്യമായിട്ട് നിലകൊള്ളാനും നാട്ടിലുള്ള ചെറുപ്പക്കാരില്ലേ, ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരില്ലേ, രക്തത്തിളപ്പുള്ള യുവാക്കളില്ലേ? എന്തു പറ്റി ഈ സമുദായത്തിന്? ഈ സമുദായത്തിന് തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ, ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ടായിരുന്നല്ലോ. ഇതൊന്നും നാട്ടിൽ നടക്കില്ല
നടക്കില്ല, പാടില്ല എന്ന് എതിർത്തുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളുണ്ടായിരുന്നല്ലോ. അതൊക്കെ പരിപൂർണമായി ഒഴിവായി പോയി. ഇന്ന് എല്ലാവരും ഇതിന്റെ പിറകില. എന്തേ നടത്തുന്നില്ല എന്നാ ചോദിക്കുന്നത്. ഒരെണ്ണം കഴിയുമ്പോൾ തന്നെ അടുത്ത കൊല്ലത്തേക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്യാം, അടുത്ത കൊല്ലം അപ്പോഴേ അനൗൺസ് ചെയ്യാൻ. അടുത്ത കൊല്ലം നമുക്ക് നല്ല സിനിമാറ്റിക് ഡാൻസ് തുണിയില്ലാതെ തേടാൻ പറ്റുന്ന ഒരു താത്തയെ കിട്ടണം, ആരെങ്കിലും കൊണ്ടുവന്നാൽ അവർക്ക് പ്രത്യേക സമ്മാനം. ഇതാണ് നമ്മുടെ കാലഘട്ടം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവനെന്താ ഇരിക്കുന്നില്ലേ? ഇവിടെ ഡിസ്കോയിലാണ്, പോയി ഇരുന്നോണ്ട്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെല്ലാം സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ലോകം എവിടെ എത്തിപ്പോയെന്ന് ആലോചിച്ചു നോക്കൂ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫൽഐനാനി തസിനിയാൻ ഫൽഐനാനി തസിനിയാൻ ഫസിനാഹുമാ അന്നളുറൂ. കേവലം ആണും പെണ്ണും ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമാണ് നിഷിദ്ധമെന്ന് കരുതരുതേ മുസ്ലിമേ, കരുതരുതേ പ്രിയപ്പെട്ട ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൽഐനാനി തസ്നിയാൻ. മനുഷ്യ നിന്റെ രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സഹാബാ. ഫസിനാഹുമാ അന്നളുറൂ. രണ്ട് കണ്ണിന്റെ വ്യഭിചാരം ഹറാമായ കാഴ്ചയാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവത്തിലേക്ക് നോക്കൽ ഹറാമാണ്. പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങുമ്പോ നിർനിദ്രനായിരുന്നുകൊണ്ട് ചാറ്റിങ്ങിലൂടെ അന്യതാകുന്ന പെണ്ണിന്റെ ആകാര സൗഷ്ഠവങ്ങൾ നോക്കുന്നതായ മുസ്ലിം ഉണ്ടോ, സഹോദരനുണ്ടോ? നിന്റെ കണ്ണ് വ്യഭിചരിക്കുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്യരാകുന്ന പരപുരുഷന്മാരിലേക്ക് നോക്കൽ നിഷിദ്ധമാണ്, അത് കണ്ണിന്റെ ഹറാമാണ്, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സിനിമ കാണുന്ന മുസ്ലിമേ, സീരിയലിലൂടെ അന്യ പെണ്ണിനെ കാണുന്ന ചെറുപ്പക്കാരാ, അന്യ ചെറുപ്പക്കാരെ കാണുന്ന പെങ്ങളെ, റീൽസുകളിലൂടെ ഹറാമുകൾ കണ്ടുകൊണ്ട് നിലകൊള്ളുകയല്ലയോ? യൂട്യൂബ് ചാനലിലൂടെ ഹറാമായ തലത്തിലേക്ക് കണ്ണ് നട്ടിരിക്കുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. ഓരോ ദിവസവും 100,000 കണക്കിന് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിക്കൊണ്ട് നിലകൊള്ളുന്ന സഹോദരിമാരല്ലേ? ഫുഡിന്റെ വ്ളോഗുകളും അല്ലാത്തതുമൊക്കെയായി റീൽസുകളിലൊക്കെയായി രാവും പകലും തള്ളി നീക്കുന്നവരില്ലയോ? നീ കാണുന്നത് ഹറാമാണ്. അന്യരാകുന്ന പുരുഷനിലേക്കുള്ള നോട്ടം പെണ്ണേ നിനക്ക് ഹറാമാണ്. അന്യ സ്ത്രീയിലേക്കുള്ള നോട്ടം ചെറുപ്പക്കാരാ നിന്റെ കണ്ണിന്റെ ഹറാമാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലിയേ നീ ഒരിക്കലും ഒരു പെണ്ണിലേക്ക് നീ നോക്കരുത്. അലിയേ ലാ തുത്ബിൻ നളറത. ഒരു വട്ടം നോക്കിയാൽ രണ്ടാമത്തെ നോട്ടം പാടില്ല. ലക്കൻ നളറത്തുൽ ഊലാ. ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണ്, ആ നോട്ടം തന്നെ ദീർഘനേരം നോക്കാനും അനുവാദമില്ല. രണ്ടാമതൊരു നോട്ടം നീ നോക്കൽ ഹറാമാണ്, നിഷിദ്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കണം.